ഞാൻ ഇതിൻ്റെ അത് ബാറ്ററി കൊടുത്തിട്ടില്ല. ഈ ബാറ്ററി ഇല്ലാണ്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതിനെ പറ്റി കണ്ടോ, ജിയോ 5 വന്നത് കണ്ടോ. ഞാൻ ഇനി കമ്പ്യൂട്ടറിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ കമ്പ്യൂട്ടറിലും കൂടെ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, കമ്പ്യൂട്ടർ ഓഫാലോ, ഒന്ന് ഓൺ ചെയ്യട്ടെ, ഒന്ന് ബൂട്ടപ്പ് ആവട്ടെ. ഹായ് ആൻഡ് ഹലോ എവരിബഡി, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മൊബൈലിൻ്റെ റേഞ്ചാണ്, നെറ്റ്വർക്കിനെ പറ്റിയാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നെറ്റ്വർക്ക്. വീടിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, വീടിൻ്റെ പുറത്ത് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, 2-3 കുട്ടികളുണ്ടെങ്കിൽ ഒരുമിച്ച് അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടി പല മൊബൈലുകൾ ചാർജ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഒരു മൊബൈലിൽ നിന്ന് തന്നെ വൈഫൈ ഉപയോഗിച്ചെടുത്താൽ തന്നെ ഒരു കുട്ടി റേഞ്ച് ഉള്ളിടത്ത് പോയി ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ പരിഹരിച്ചതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ അതിനെ വിശദമായി പറഞ്ഞു. ഞാനിത് പുറത്താണ് എൻ്റെ ജിയോ ഡോങ്കിൾ ഇട്ടേക്കുന്നത്. ഒരു സ്വിച്ച് കൊടുത്ത് സോക്കറ്റിൽ കണക്ഷൻ കൊടുത്ത് ഞാനിതിൻ്റെ അകത്തേക്ക് കൊടുത്തേക്കാണ്. ഞാനിത് ഒത്തിരി നാളുകളായി എങ്ങനെ ഇട്ടത്, വലയൊക്കെ പിടിച്ചേക്കണേ അതാണ്. കുറേ നാളുകളായിട്ട് ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2 വർഷത്തോളമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ അത് ബാറ്ററി കൊടുത്തിട്ടില്ല. ഈ ബാറ്ററി ഇല്ലാണ്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതിനെ പറ്റി ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നതാണ്. സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക. കണ്ടോ, ഇതിൻ്റെ വയറൊക്കെ കണ്ടാൽ അറിയാം ഇതിൻ്റെ കാലപ്പഴക്കം. ഞാൻ എത്രയോ നാളുകളായിട്ട് പുറത്ത് ഇങ്ങനെ തന്നെ കുത്തിയിട്ട് യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളത്. കണ്ടോ, ഇതിൻ്റെ അത് നമുക്ക് കാണാം. സിഗ്നൽ സ്ട്രെങ്ത്ത്, നെറ്റ് കണക്ഷൻ, വൈഫൈ എല്ലാം കണക്റ്റഡാണ്. ജസ്റ്റ് ഞാനത് ഓൺ ചെയ്തിട്ടേക്കുവാണ്. ഞാനപ്പോൾ എൻ്റെ മൊബൈലിലും കൂടെ കാണിച്ചു തരാം. ഇതെൻ്റെ വിവോയുടെ മൊബൈൽ, അതിൻ്റെ അകത്ത് വൈഫൈ ഉപയോഗിച്ചാണ് ഇത് നെറ്റ് കണക്റ്റ് ആയിരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ജിയോ 52 EA1265. നമുക്ക് വേണമെങ്കിൽ ഒന്ന് യൂട്യൂബും കൂടി എടുത്തൊന്ന് നോക്കാം. നമുക്കിതിൻ്റെ സ്പീഡും കാര്യങ്ങളും കൂടി ഒന്ന് കാണുകയും ചെയ്യാം. ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റിയൊരു വീഡിയോ ഓക്കെ. നമുക്ക് ഈ വീഡിയോ എടുക്കാം. നല്ല സൂപ്പറായിട്ട് കണ്ടോ, നല്ല സ്പീഡിലാണ്, നല്ല സൂപ്പറായിട്ട് ഇത് വർക്ക് ചെയ്തു. അപ്പം ഞാനിനി ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കട്ടാവുന്നതും കൂടെ നോക്കിയോ. ഇപ്പം കണ്ട സെർച്ചിങ് കാണിക്കണേ, ആ വൈഫൈ കട്ടായതാണ്. ചുമ്മാ ഓഫ് ചെയ്തപ്പോൾ കട്ടായി. ഇത് വെറുതെ പ്ലഗ് ചെയ്താൽ ഓൺ ചെയ്താൽ തന്നെ മതി. നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ സ്കാനിങ് എടുത്ത് കിട്ടിക്കോളും. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുവാണ്. ഇവിടെ സിഗ്നലിൻ്റെ എല്ലാം തെളിഞ്ഞു വന്നു. ഇവിടെ ബൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജിയോ 5യുടെ. നമുക്കിപ്പോൾ റേഞ്ച് കിട്ടുന്നത് കാണാം. ഇച്ചിരി സമയം എടുക്കും ഒന്ന് ഓണായി വരാനായിട്ട്. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഓഫ് ചെയ്തും ഓൺ ചെയ്തും ഒക്കെ കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഫേക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് തരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നത്. വീഡിയോയ്ക്ക് നീട്ടം കൂടിപ്പോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം. കാര്യം ഞാൻ കൃത്യമായ കാര്യങ്ങളാണ് കാണിക്കുന്നത്. കണ്ടോ, ജിയോ 52 വന്നത് കണ്ടോ. ഞാൻ ഇനി കമ്പ്യൂട്ടറിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ കമ്പ്യൂട്ടറിലും കൂടെ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, കമ്പ്യൂട്ടർ ഓഫാലോ, ഒന്ന് ഓൺ ചെയ്യട്ടെ, ഒന്ന് ബൂട്ടപ്പ് ആവട്ടെ. ഇതുണ്ടോ, കണക്റ്റ് ആയിരിക്കുന്നത് ജിയോ 52 EA1265. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലും മൊബൈലും എല്ലാം ഇത് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. കണ്ടോ,
ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാനിത് ജിയോയുടെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്നത് ജിയോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ജിയോ വേണമെന്ന് തന്നെ ഇല്ല, നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിൻ്റെയും നമ്മുടെ വീട്ടിൽ ഏതിനാണോ ശക്തമായ നെറ്റ്വർക്ക്, ഇപ്പോൾ പുറത്തു നിന്നാണേലും ശക്തമായ നെറ്റ്വർക്ക് ഏതാണോ, ഏത് കമ്പനിയാണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ നെറ്റ്വർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വർക്ക് ഫ്രം ഹോം പ്ലാനുകൾ ഉപയോഗിച്ച് അത് ചാർജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ, ഇതേപോലെ വൈഫൈ ഡോങ്കിൾ ഡിവൈസുകളൊക്കെ ആണെങ്കിൽ 10 കണക്ഷൻസ് വരെ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചില കമ്പനികൾ 50 വരെ എന്ന് പറയുന്നുണ്ട്. റൗട്ടറുകളുണ്ട്, നമുക്ക് വേണമെങ്കിൽ റൗട്ടറുകൾ മേടിച്ച് സിം അതിൻ്റെ അകത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവരുടെ എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് തന്നെ വർക്ക് ഫ്രം ഹോം പ്ലാനുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് ഫ്രം ഹോം പ്ലാനുകളിലാണ് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ തുകയൊന്നും വരാണ്ട് തന്നെ നമ്മുടെ 2, 3, 4 ഡിവൈസുകൾ ഈ ഒരൊറ്റ നെറ്റ്വർക്കിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം വീട്ടിലുള്ള എല്ലാവരുടെയും മൊബൈലുകൾ, ഇപ്പോൾ അധികം പുറത്ത് പോകുന്നില്ല, അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വീട്ടിൽ വെച്ച് മാത്രമേ നെറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അധികം സാമ്പത്തിക ചിലവില്ലാണ്ട് ഈ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിവൈസുകളെല്ലാം പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിനി എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇത് എടുത്തുകൊണ്ടും പോകാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് എൻ്റെ പുറത്തൊരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്, നേരെ അവിടെയാണ് കുത്തിയിട്ടേക്കുന്നത്. ചിലവർക്കാണെങ്കിൽ ഇച്ചിരിയും കൂടെ പുറത്തേക്ക് നിന്നാലായിരിക്കും കിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസും ഈ ചാർജിങ് പോയിൻറ്റും എല്ലാം കൂടി നമുക്കൊരു ബോക്സിൻ്റെ അകത്താക്കുമോ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഡിഷ് ആൻറ്റിനയുടെ മുകളിൽ കപ്പ് കമത്തിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ആക്കുകയെല്ലാം ചെയ്ത് മഴ നനയാതെ നമുക്ക് പുറത്ത് വെച്ച് ഇതേപോലെ നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഡിവൈസുകളെല്ലാം തന്നെ ഏതാണ്ട് 50 മീറ്ററോളം റേഞ്ച് തരും എന്നാണ് പറയുന്നത്. എന്താണേലും 10 മീറ്റർ റേഞ്ച് അല്ലെങ്കിൽ 20 മീറ്റർ റേഞ്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ ഈ ഡിവൈസ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം. ഇപ്പോൾ 3 or 4 കുട്ടികളുണ്ടെങ്കിൽ ഈ 3 or 4 സ്റ്റുഡൻസിൻ്റെ മൊബൈലുകൾ നമുക്ക് പല മുറിയിലിരുന്ന് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒറ്റ ഡിവൈസിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്ത്. പിന്നെ 4G റൗട്ടറുകളുണ്ട്. ഞാൻ പറഞ്ഞു ഈ 4G റൗട്ടറുകളുടെ അകത്തും ഇതേപോലെ സിം ഇട്ട് യൂസ് ചെയ്യാവുന്ന വൈഫൈ റൗട്ടറുകളുണ്ട്. ഇതേപോലെയുള്ള ഡിവൈസുകളുടെ എല്ലാം ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അകത്തു നിന്ന് നോക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ബാറ്ററി ഇല്ലാണ്ട് ജിയോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ജിയോ വൈഫൈക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതാണ് പരീക്ഷിച്ച് നോക്കിയത്. ബാക്കി ഞാൻ എയർടെല്ലിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. ജിയോയുടെ മാത്രം ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഡോങ്കിൾ യൂസ് ചെയ്യാം. പക്ഷേ ഒരൊറ്റ ഇതേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അഡാപ്റ്റർ 1.2 ആംപിയറിന് മുകളിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള അഡാപ്റ്ററുകളാണ് നമ്മൾ ഇവിടുത്തെ ചാർജ് ചെയ്യാൻ കുത്തി ഇടണമെങ്കിൽ നമുക്ക് ബാറ്ററി ഇല്ലാണ്ട് തന്നെ ഈ ഡിവൈസ് വർക്ക് ചെയ്യാം. ജിയോയുടെ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരിയും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം കുത്തിയിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ബാറ്ററി ചാർജ് ആവും. പിന്നെ അത് കഴിഞ്ഞാൽ ബാറ്ററി ചൂടായി അതിങ്ങനെ വീർത്ത് പൊട്ടിപ്പോവാനും ബാറ്ററി നശിച്ചു പോകാനും ചാൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം ഇങ്ങനെ കുത്തിയിട്ടേക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്ത് വെച്ചിട്ട് 1.2 ആംപിയറിന് മുകളിലുള്ള അഡാപ്റ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്ത് വെച്ച് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ടിപ്പാണേലും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഇത് ഉപകാരപ്രദമാകും എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്കല്ലെങ്കിൽ വേറൊരാൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായേക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ ടോണിക്കുട്ടൻ സൈനിങ് ഔട്ട്. ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. നിങ്ങളുടെ ടോണിക്കുട്ടൻ. ബൈ.